നാരദൻ. നാരദൻ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. എങ്ങോട്ട് നോക്കിയാലും ആവേശം. ജനാധിപത്യത്തിൻ്റെ ഉത്സവകാലം വന്നിരിക്കുകയല്ലേ. നാട് നന്നാകാൻ പോവുകയാണ്, നാട്ടുകാരും നന്നാകാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവില്ലെന്ന വാശിയാണെങ്കിൽ വേണ്ട, വെറുതെ വാശി പിടിക്കണ്ട. നന്നാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നന്നാക്കി കളയും. അതിനുള്ള വകുപ്പൊക്കെ രണ്ട് മുന്നണിയിലെയും പ്രമുഖ പാർട്ടികളുടെ കയ്യിലുണ്ട്. BJP വക ഐറ്റം സങ്കല്പ് പത്ര, കോൺഗ്രസ് വക ഐറ്റം ന്യായപത്ര. സങ്കല്പ് പത്രത്തിൽ വികസനത്തിൻ്റെ 4 തൂണുകൾ: സ്ത്രീകൾ, യുവാക്കൾ, അധസ്ഥിതർ, കർഷകർ. ന്യായപത്രത്തിൽ തൂണുകൾ 5 യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, തുല്യത. നാരദൻ പലതും ഒന്ന് മലയാളീകരിച്ചതാണ്. ദേവനാഗരിയും ദേശീയ ഭാഷയും ഒക്കെ നാരദന് മനസ്സിലാവും. ആയുഷ്മാൻ ഭാരത്, ആവാസ് യോജന, അങ്ങനെ ഐറ്റം കുറേ ഉണ്ട്. ചിലർക്കെങ്കിലും അതൊക്കെ വേഗത്തിൽ അങ്ങനെ പിടികിട്ടണമെന്നില്ല. പിടികിട്ടിയില്ലെങ്കിലും കനത്തതെന്തോ വരാനുണ്ടെന്ന കാര്യത്തിൽ അവർക്കും സംശയമുണ്ടാവില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കാം. വോട്ടർമാരിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളല്ലേ. അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? പരാധീനതകളൊക്കെയുള്ള 3 കോടി ഗ്രാമീണ സ്ത്രീകളെ കണ്ണടച്ചു തുറക്കും മുമ്പ് ലഖപതി ദീദികളാക്കും BJP. അവർക്ക് ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിക്കും, വനിതാ സംവരണ ബിൽ വ്യവസ്ഥാപിതമായി നടപ്പാക്കും. അപ്പോൾ പിന്നെ കോൺഗ്രസ് പാർട്ടി കയ്യും കെട്ടിയിരിക്കണോ? അവിടെ ലഖപതി ദീദിയെങ്കിൽ ഇവിടെ മഹാലക്ഷ്മി പദ്ധതി. 1 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും കൈമാറും. എന്താ പോരെ? കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുടെ എണ്ണവും വണ്ണവും വർദ്ധിപ്പിക്കും. സ്ത്രീകൾക്ക് ആനന്ദ പുളകിതരാകാൻ ഇനി എന്തു വേണം? അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. യുവാക്കളുടെ കാര്യം തന്നെ എടുക്കാം. ചോദ്യപേപ്പർ ചോർച്ച ആയിരുന്നല്ലോ പ്രധാന പ്രശ്നം. ചോർച്ചയുള്ള പഴുതൊക്കെ BJP അടയ്ക്കും. സർക്കാർ ഒഴിവുകളൊക്കെ നികത്തും. മുദ്രാ വായ്പാ പരിധി ഇരട്ടിയാക്കി സംരംഭകരെ സഹായിക്കും. ഇതൊന്നുമല്ല കാര്യങ്ങൾ. ഇതൊക്കെ ട്രെയിലർ മാത്രമാണത്രേ. വരാൻ വലുതുണ്ട് വേറെ. അപ്പോൾ പിന്നെ യുവാക്കൾക്ക് വേണ്ടി കോൺഗ്രസും ട്രെയിലർ ഇറക്കുമല്ലോ. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതി, ഡിപ്ലോമ ഹോൾഡർമാർക്കും ബിരുദധാരികൾക്കും അപ്രന്റീസ്ഷിപ്പ്, കേന്ദ്ര സർക്കാർ തസ്തികകളിൽ 30 ലക്ഷം ഒഴിവുകൾ നികത്തുന്നു. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. സങ്കല്പ് പത്രോ ന്യായപത്രോ ആകട്ടെ, ആർക്കും തോന്നാം ഒരു സംശയം: സീനിയർ സിറ്റിസൻസിനെ മൈൻഡ് ചെയ്യുന്നില്ലേ എന്ന്. ഉണ്ടല്ലോ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് വന്നത് കണ്ടില്ലേ? ഇന്ത്യയിലെ പുരുഷന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം 71 വയസ്സും സ്ത്രീകളുടേത് 74 അപ്പോൾ പിന്നെ അവരെയും വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെ എവിടെ നോക്കിയാലും തേനും പാലും ഒഴുകുന്ന അവസ്ഥയും വ്യവസ്ഥയും. കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖല, സമ്പദ് വ്യവസ്ഥ. അഭിമാനം കൊണ്ട് കണ്ണു തുറച്ചു പോകും. തെരഞ്ഞെടുപ്പിൽ എല്ലാം കേട്ട് കഴിയുമ്പോൾ വോട്ടർമാർ പറയുന്നത് എന്തെന്ന് നാരദനും കേൾക്കുന്നുണ്ട്. അത് ദേവനാഗരിയും ദേശീയ ഭാഷയും ഒന്നുമല്ല, പച്ച മനസ്സിൻ്റെ ഭാഷയാണ്. സങ്കല്പ് പത്ര ആയാലും ശരി, ന്യായപത്ര ആയാലും ശരി, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ പുഴുങ്ങി തിന്നാനുള്ളത് കിട്ടി എന്ന്. നാരദൻ.